ഈ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞത്. കുറച്ച് ആൾക്കാർ അവിടെ വരട്ട് വെച്ച് പൂജയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് അമ്പലം തന്നെ ഇറങ്ങി വന്നതല്ലേ? അതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇതാണ് വേട്ടക്കാരന്റെ മൂലസ്ഥാനം. 1700 വർഷം. സ്വാമി നമസ്കാരം. അപ്പോ ഈ ഒരു അമ്പലം എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ? ഇതിന്റെ പുരാണ കഥകളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? പുരാണ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വേട്ടക്കാരപ്പനായിട്ടുള്ള പ്രതിഷ്ഠയാണ്. അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടി ശിവനും പാർവതിയും കൂടി കാട്ടാള വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. മഹാഭാരത യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് അർജുനന് കൃഷ്ണന്റെ ഉപദേശപ്രകാരമാണ് പാശുപതാസ്ത്രം കിട്ടിയാൽ മാത്രമേ യുദ്ധത്തിൽ ജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തപസ് ഇരുന്ന സ്ഥലമാണ്. അങ്ങനെ അർജുനൻ തപസ് ചെയ്തിരിക്കുമ്പോൾ വേഷം മാറി ശിവനും പാർവതിയും കാട്ടാള വേഷം ധരിച്ച് പ്രത്യക്ഷപ്പെടുകയും അർജുനനുമായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ആ യുദ്ധത്തിൽ അർജുനൻ ചെയ്യുന്ന എല്ലാ അസ്ത്രങ്ങളും പുഷ്പമായി ശിവന്റെയും പാർവതിയുടെയും ദേഹത്ത് പതിച്ചപ്പോൾ അർജുനന് മനസ്സിലായി ഇത് ദേവനും ദേവിയുമാണെന്ന്. അങ്ങനെ കാൽ തൊട്ട് നമസ്കരിച്ച് പാശുപതാസ്ത്രം സ്വീകരിച്ച് അർജുനൻ മഹാഭാരത യുദ്ധത്തിന് പുറപ്പെട്ടു. പണ്ട് ഈ ശിവമല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴാണല്ലോ നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത് ശിവമല. അപ്പൊ പണ്ട് അമ്പലം അവിടെ ആയിരുന്നു ആദ്യം? പണ്ട് അവിടെ ആയിരുന്നു, സ്ഥാനം മാത്രമായിരുന്നു. അവിടെയാണ് ശരിക്കും ഇരുന്ന് തപസ് ചെയ്തത് പണ്ട്. പിന്നെ പൂജയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് അമ്പലം തന്നെ ഇറങ്ങി വന്നതല്ലേ? അതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇതാണ് വേട്ടക്കാരന്റെ മൂലസ്ഥാനം. ഇവിടെ പ്രഭാത പൂജയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. ഉച്ചപൂജയാകുമ്പോഴേക്ക് ഭഗവാൻ ബാലുശ്ശേരി കോട്ടയിലെത്തി. വൈകുന്നേരം അത്താഴപൂജ സമയത്തേക്ക് മഞ്ചേരി തൃക്കലങ്ങോട് അമ്പലത്തിലെത്തും. അങ്ങനെയാണ് ഇതിന്റെ. ഈ കല്ലുകൾക്കൊക്കെ ഒരുപാട് പഴക്കമുണ്ടല്ലേ? ഇതൊരു 1500 കൊല്ലം ഏകദേശം പഴക്കമുണ്ടാവും. ഈ അമ്പലം കാണുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണം ഇവിടെ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞത്. ഇവിടെ വെച്ചിട്ട് ഈ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞത്. അതന്നെ ആ ഓർമ്മ തന്നെ. എത്ര വയസ്സിൽ അച്ഛമ്മയുടെ കല്യാണം കഴിഞ്ഞത്? 13 വയസ്സിൽ ഇവിടെ വെച്ചിട്ടായിരുന്നു. ഈ അമ്പലത്തിൽ വെച്ചിട്ട് പഴയ ഓർമ്മകളൊക്കെ അച്ഛമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവും? ഇവിടെ വന്നതോ ഇവിടെ കാലി വെച്ചിട്ട് നമ്മൾ നടന്നിട്ടാണ് വന്നത് അമ്പലത്തേക്ക്. ഇപ്പൊ കാണുമ്പോ എന്താ തോന്നുന്നു അമ്പലം? അതേപോലെ തന്നെയാണോ അല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും? ഇല്ല, അപ്പൊ കുറെ മാറ്റങ്ങളുണ്ട്. അന്ന് ഇത്ര സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ കാണുമ്പോ ഓർമ്മയുണ്ട്. അതെ, ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് പേരക്കുട്ടീന്റെ പേരക്കുട്ടി എല്ലാവരുമായിട്ട് അമ്പലത്തേക്ക് വരുമ്പോ സന്തോഷല്ലേ? സന്തോഷമുണ്ട്, വളരെ സന്തോഷമാണ്. ഈ ഭഗവാനോട് എപ്പോഴും എനിക്ക് സങ്കടം വരുന്നുണ്ടല്ലേ പറയുമ്പോ? കരയണ്ടാട്ടോ. അധികമൊന്നുമില്ല. അത് കുറച്ച് ആൾക്കാർ അവിടെ വരട്ട് വെച്ച് ഇതിൻ്റെ പേരക്കുട്ടീൻ്റെ അതിൻ്റെയും പേരക്കുട്ടിയാണ് ഇത്. എന്താ ആ കുട്ടീനെയും കൊണ്ടാണ് ഞാനിപ്പോൾ
അമ്പലത്തിലേക്ക് വന്നത്. അച്ചമ്മക്ക് ഈ അമ്പലത്തിന്റെ കഥകളൊക്കെ അറിയോ? എത്ര വർഷത്തിന്റെ മുന്നേ ആണ് അമ്പലം ഉണ്ടായത്? അമ്പലം ഉണ്ടായത് ഈ അമ്പലത്തേക്ക് ഞങ്ങൾ നടന്നു വരികയായിരുന്നു അവിടുന്നൊക്കെ ആദ്യമൊക്കെ. എന്നിട്ട് അച്ഛമ്മയുടെ കല്യാണത്തിന് ഭക്ഷണമൊക്കെ അമ്പലത്തിലായിരുന്നു? ഇവിടെ തന്നെ സദ്യയാണല്ലേ? സദ്യയാകുന്നില്ല, കുറച്ചാളെ കൂട്ടിയിട്ട് അച്ഛനെ അറിയുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ നടക്കി വന്നിട്ട് തന്നെ അത് കെട്ടിയിട്ട് നടന്നിട്ട് തന്നെ പോയത്. പിന്നെ വണ്ടിയിലും ബസ്സിലൊന്നുമല്ല, നടന്നു പോയി ടൈമായിട്ട് കൂടെ അങ്ങനെ പോയി, അങ്ങനെ നടന്നു പോയി. എന്നാൽ അച്ഛന് ആരും അങ്ങനെ അധികം ആൾക്കാരില്ലല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ 2 കുട്ടികൾക്ക് വരെയുമായിരുന്നു എത്തിയിട്ട് ഇവിടെ ഈ അമ്പലത്തിൽ പോയി. ഇപ്പോഴത്തെ നല്ല സൗകര്യം അന്നത്ര ഒന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. പിന്നെ ഇവിടെ കൊണ്ടുവന്നതായിരുന്നു.